ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുറംമോടികളിൽ മാത്രമാണോ നമ്മുടെ ജീവിതം? മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന മാനദണ്ഡമായിട്ടിന്ന് പുറംപൂച്ചുകളും പുറംമോടികളും മാറിയിരിക്കും. വേഷം കെട്ടെന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ? അകത്ത് ഉള്ളിൽ ഒരുപാട് സങ്കടം പേറുമ്പോഴും ചില സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനന്ദത്തിലാണ് എന്ന്, തൃപ്തിയിലാണെന്ന് പറയാൻ വല്ലാതെ അഭിനയിക്കാൻ കഴിയുന്ന മനസ്സ്. പുൽക്കൂട്ടിലേക്ക് പോകുമ്പോഴെങ്കിലും നമുക്കിങ്ങനെ ആ പുറംപൂച്ചകളെ, പുറംമോടികളെ വിട്ടുപേക്ഷിക്കാനാകുമോ? ക്രിസ്തു ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ണുയർത്തി നോക്കുക. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക. ജീവിതത്തിലുണ്ടാകേണ്ട മാറ്റമാണത്. ബുദ്ധപാരമ്പര്യത്തിൽ ഗുരു ചെയ്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടു. തിരക്കുള്ള നഗരത്തിലായിരുന്നു കൊണ്ട് കടന്നു പോകുന്ന ആളുകളോട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. കൃത്യമായിട്ടും ആദ്യ ദിവസങ്ങളിലൊക്കെ അവർ ഉത്തരം പറഞ്ഞു. പിന്നീട് ചോദ്യം ആവർത്തിച്ചപ്പം അവരുടെ ഉള്ളിൽ ഉത്തരം കൊടുക്കാൻ കഴിയാത്ത വിധം അവർ നിശബ്ദരാവുകയാണ്. ഒടുവിൽ ജപ്പാൻ നഗരം മുഴുവനും മൗനത്തിലായി എന്നാണ് ആ ഗുരുപാരമ്പര്യത്തിലെ കഥ പറയുന്നത്. ഇന്നോളം അവർ മിണ്ടി തുടങ്ങിയിട്ടില്ലത്രേ. കാരണം ആ പുറംമോടികളിൽ മാത്രം ചിന്തിച്ചപ്പോൾ എന്തോ ഉണ്ട് എന്ന് തോന്നിയെങ്കിൽ അകത്തേക്ക് നോക്കിയപ്പം ഒന്നുമില്ലെന്ന് മനസ്സിലായി. പലപ്പോഴും തമ്പുരാൻ നമ്മളെ വിട്ടുപേക്ഷിച്ചു പോയോ എന്നൊക്കെ ചിന്തിക്കുന്ന വിധം ആ ചുറ്റുപാടിലുള്ള മനുഷ്യർ നമ്മെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പള്ളിനടയിൽ ഞായറാഴ്ച ഭിക്ഷയാചിക്കാനിരുന്ന ഒരു ഭിക്ഷക്കാരൻ ദൈവനാമത്തിൽ എന്തെങ്കിലും തരണേ എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ആരും കാര്യമായിട്ടൊന്നും കൊടുത്തില്ല. ഒടുവിൽ അവിടുന്ന് തുണിയെല്ലാം മടക്കിയെടുത്ത് ബിവറേജിനരികിൽ പോയി ഭിക്ഷയാചിച്ച് ഇഷ്ടംപോലെ പണം കിട്ടിയപ്പം വൈകുന്നേരം അദ്ദേഹം ഇങ്ങനെ ആത്മകഥ ഉറക്കെ വിളിച്ചു പറഞ്ഞത്രേ, ദൈവമേ, നിന്റെ അഡ്രസ്സ് ഒരിടത്തും താമസം മറ്റൊരിടത്തുമാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നുവെച്ചാൽ പുറംമോടികളിൽ മാത്രം ജീവിക്കുന്നവരോട് ഉണ്ണീശോ പറയാണ്, പുൽക്കൂട് ഓർമ്മപ്പെടുത്തുകയാണ്, പുറംമോടികൾ വിട്ടുപേക്ഷിച്ചാലേ പുൽക്കൂടിനെ കാണാൻ, അറിയാൻ, അനുഭവിക്കാൻ ആവും. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.